ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോൽവിക്ക് ശേഷം നമ്മുടെ മാരാർജി കൊണയുമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത കൊണയുമായിട്ട് വന്നിട്ടുണ്ട്. തോൽവിയുടെ കാരണത്തെയൊക്കെ പറ്റിയാണ് പറയുന്നത്. അപ്പം മാരാരുടെ പുതിയ കൊണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉമാ തോമസ് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എങ്കിലും പക്ഷെ ഒരു വലിയ പരാജയം നേരിട്ടു. അല്ല, അങ്ങനെയല്ല. അങ്ങനെയല്ലേ? അപ്പൊ തോറ്റില്ല? അപ്പൊ അണ്ണൻ ഇതൊന്നും തോൽവിയല്ല. തോൽവിയെ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തി വല്ല ഇവിടെ മത്സരിച്ചത്? പിന്നെ നിഴലായിരുന്നു മത്സരിച്ചത്. എന്ത് തേങ്ങയാണ് ഇങ്ങനെ പറയുന്നത്? ആ വളച്ചൊടിക്കൽ പോകുന്ന പോക്ക് നോക്കിക്കോണേ. മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. അവിടെ അഖിൽമാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അഖിൽമാരാർക്കും ഉമാ തോമസിനും പ്രാധാന്യമില്ല. ചക്കയാണ് ഇവിടെ തോറ്റതെന്നാണ് അണ്ണൻ പറയുന്നത്. ഇവരുടെ പാർട്ടി നിർത്തിയ വെറും ഒരു വാഴ മാത്രമായിരുന്നു മാരാർ എന്നാണ് പറയുന്നത്. അണ്ണൻ അതിനെ ഉദ്ദേശിക്കുന്നത്, അണ്ണൻ അതിന് വേറെ ഏതെങ്കിലും പാർട്ടി നിന്നിരുന്നെങ്കിൽ, ആ പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടി നിന്നിരുന്നെങ്കിൽ അഖിൽമാരാർ വിജയിച്ചേനെ എന്നാണ് അണ്ണൻ ഉദ്ദേശിക്കുന്നത്. ഈ തൊലിയാർമണിയം പാർട്ടി എന്നുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. ആ ഒരു ധ്വനിയും കൂടെ അതിനകത്തുണ്ട്. അഖിൽമാരാർ ഉമാ തോമസ് ഒന്നും അല്ല, ഇവിടെ പാർട്ടിയുടെ ഇതാണ് തോറ്റത് എന്ന് വളച്ചടിച്ച് ബാക്കി ഇവിടെ കേൾക്കട്ടെ. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിന് വലിയ സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് 3 താമര വിരിഞ്ഞതും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞതും. എങ്ങനെ എന്തോ ആരുടെയോ ഭാഗ്യത്തിന് 3 താമര വിരിഞ്ഞു. നേമത്ത് അത്യാവശ്യം നല്ല രീതിയിൽ BJP ഇതുണ്ട്, അതുകൊണ്ട് നേമത്ത് കിട്ടി. പിന്നെ ബാക്കി രണ്ടിടത്ത് എങ്ങനെ ഗോപകുമാർ എങ്ങനെയാ ജയിച്ചത്? പിന്നെ മറ്റേ വി മുരളീധരൻ മുക്കിത്തൂറി എങ്ങനെയൊക്കെയോ ജയിച്ചു. മറ്റേ പുള്ളി എങ്ങനെ ജയിച്ചതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ ഇവിടുന്ന് വന്നങ്ങേര് ആ ഗോപകുമാർ എന്ന് പറയേണ്ട അങ്ങേര് താമര വിട്. ചക്കയെ പറ്റി പറയണ, ചക്ക എവിടെങ്കിലും വിരിഞ്ഞോ? ചക്ക താമരയാണ്, താമര ചക്കയാണെന്നൊക്കെ പറഞ്ഞിടുന്ന ടീമൊക്കെ എവിടാണ്? ഇപ്പൊ ഒരു ഡയലോഗ് അടിച്ചിരുന്നല്ലോ, കഴിഞ്ഞ കൊല്ലത്തിൽ 15,000 വോട്ട് കിട്ടിയിരുന്നു, ഈ വട്ടം 21,000 വോട്ടായിട്ട് അത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് അണ്ണൻ ഇപ്പൊ ഈ പറഞ്ഞത്. ഞാനൊരു കണക്ക് ഇവിടെ കാണിക്കാം. 2021 ഇലക്ഷനിൽ 2020 എന്ന് പറയുന്ന പാർട്ടി NDA ആയിട്ട് അലയൻസ് ഉണ്ടാക്കാനാണ് മത്സരിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കാക്കരയിൽ ഇപ്പൊ ഈ അഖിൽമാരാര് മത്സരിച്ച് തോറ്റ തൃക്കാക്കരയിൽ BJPയും 2020 പാർട്ടിയും രണ്ടായിട്ടാണ് മത്സരിച്ചത്. 2020 പാർട്ടിയുടെ ടെറി തോമസ് ആ സമയത്ത് 13,897 വോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. BJPയുടെ S സജി എന്ന് പറയുന്ന വ്യക്തി 15,483 വോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഓൾമോസ്റ്റ് 29,000+ വോട്ട് BJPയും ഈ പറയുന്ന 2020 പാർട്ടിയും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 29,000 വോട്ടിന് മുകളിൽ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഇവർ രണ്ടുപേരും കൂടെ നേടിയിട്ടുണ്ടായിരുന്നു. 2026 വന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ഒരു സഖ്യമായിട്ട് മത്സരിച്ച സമയത്ത് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് വെറും 21,424 വോട്ടാണ്. ഓൾമോസ്റ്റ് 8,000 വോട്ടിന്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് അഖിൽമാരാറെ. 8,000 വോട്ടിന്റെ കുറവ്. അന്നേരം അതിനെ എങ്ങനെ നിങ്ങളുടെ വിജയമാണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ സെയിം അവസ്ഥയാണ് NDAയുടെ ബാനറിൽ ചക്ക മത്സരിച്ച് ഒരുവിധപ്പെട്ട എല്ലായിടത്തും. കഴിഞ്ഞ വട്ടത്തേനേക്കാളും വോട്ട് കുറവാണ്. അഖില് വലിയ രീതിയിൽ കാടിളക്കിയൊരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. അല്ല, 2020 പിഴച്ചിട്ടില്ല, നമുക്ക് ആർക്കും പിഴച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കും. പിന്നെ ജനങ്ങൾക്കായിരിക്കും പിഴച്ചത്, അവർക്ക് ആർക്കും പിഴച്ചിട്ടില്ല. 2020 പിഴച്ചിട്ടില്ല. 19 എടുത്ത് ഇവർ മത്സരിച്ച് കഴിഞ്ഞ കൊല്ലത്തേക്കാളും മേടിച്ച വോട്ടിന്റെ പെർസെൻറ്റേജിനേക്കാളും വളരെ കുറവായിട്ടാണ് ഈ വട്ടം BJPയുടെ കൂടെ സഖ്യമുണ്ടാക്കി മത്സരിച്ചിട്ട് ഇവർക്ക് കിട്ടിയത്. എന്നിട്ടും വന്നിരുന്നിട്ട് ഇമാതിരി തള്ളാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കള്ളത്തരം പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് അണ്ണന് മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും ഇമ്പാക്ട് നിങ്ങൾ 2021 വെറും 8 സ്ഥലത്ത് മത്സരിച്ച സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 19 സ്ഥലത്ത് NDAയുടെ കൂടെ മത്സരിച്ചിട്ട് BJPക്ക് നിങ്ങളെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. BJPക്ക് കഴിഞ്ഞ വട്ടം 12% എന്തോ ആയിരുന്നു ടോട്ടൽ വോട്ട് പെർസെന്റേജ് അവർ കിട്ടിയത്. ഈ വട്ടം 13-14% ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1.5-2% മാത്രമാണ് ആ കൂടെയുള്ള നിങ്ങളുടെ കൂടെ സഖ്യം ചേർന്നിട്ട് ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ ഒരു മുന്നേറ്റം. ഇത് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ മാത്രമാണ്. ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് പറയാൻ പോലും പറ്റില്ല ഇതിനകത്ത്. ആ കൂടി ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നത് 3 സീറ്റ് കിട്ടി എന്നുള്ളത് മാത്രമാണ്. അത് ചക്കയുടെ ഗുണം കൊണ്ടൊന്നും അല്ല, അഖിൽമാരാരുടെ ഗുണം കൊണ്ടും അല്ല. എന്നിട്ട് വന്നിട്ട് കൊണയ്ക്കുന്ന കൊണ പിഴച്ചിട്ടില്ലെന്ന് എങ്ങനെ സാധിക്കുന്നത്? എങ്ങനെ? നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. നോക്കൂ, എനിക്ക് ആദ്യം ഇവിടെ വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പൊ അണ്ണൻ അറിയാം അത് ജയിക്കത്തില്ലെന്ന്, പാർട്ടിക്കാർക്കും അറിയാൻ ജയിക്കത്തില്ലെന്ന്. എന്നിട്ട് പ്രതീക്ഷ കൊടുത്തായിരുന്നു അണ്ണൻ. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ, രണ്ട് അവരൊരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. അപ്പം പുറയുന്നു കുത്തുമെന്നുള്ള ഭയവും കൂടെ ഉണ്ട്. അവന്മാര് കൂടെ നടക്കുന്നെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് അണ്ണന് പോലും ഉറപ്പില്ല. അപ്പോൾ എൻ്റെ ടീമിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി അവരെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഈ രംഗത്തേക്ക് ഇറക്കാൻ പറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ തള്ളൊക്കെ തള്ളിയത്. അണ്ണനും അറിയായിരുന്നു വിജയിക്കത്തില്ലെന്ന്, മനസ്സിലായോ? പാർട്ടിക്കാരെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് പിടിക്കാൻ. മക്കളെ അണ്ണൻ ജയിക്കോടാ, പോയി വോട്ട് പിടിക്കടാ. കൂടെ നടക്കുന്ന പാർട്ടിക്കാർ വല്ല ബംഗാളിൽ നിന്ന് പണിക്ക് വന്ന ബംഗാളികൾ വരുന്ന അവർ മലയാളികൾ തന്നെ അല്ലേ? അവര് കുറെ കാലമായിട്ട് കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ? തലയ്ക്ക് ഇച്ചിരിയെങ്കിലും ഒരു ഊളമുള്ളവര് മനസ്സിലാക്കി കൂടെ യവൻ 8 കിലോ പൊട്ടുവന്ന് ഇവന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ വെറുതെയാണ്. വണ്ടിക്കാശ് എനിക്ക് ഒന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കൂലിക്കുള്ള പൈസ കൊടുക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അതിന്റെ കൂടെ നടക്കുന്നത്. അല്ലെങ്കിൽ ആര് നടക്കും? എന്നിട്ട് പറയുമോ അവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന്. അമ്മാതിരി തള്ളു തള്ളിയിട്ട് ആ നാട്ടുകാർക്ക് അറിയാം യവൻ തോക്കുമെന്ന്, നിർത്തിയ പാർട്ടിക്കാർക്ക് അറിയാം, നിർത്തിയ യവന് തന്നെ അറിയാൻ തോക്കുമെന്ന്. അപ്പൊ പിന്നെ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് അറിഞ്ഞു ഇവിടെ തോക്കുമെന്ന്. എന്നിട്ട് പണയുന്ന പണച്ചില. ഇത് തള്ളു മാത്രമാണോ? മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ സുനിയൊക്കെ പോയി, ഇനി അഖിൽമാരാറിന്റെ കൊട്ടയാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളു മാത്രമാണോ? ഇന്റർവ്യൂവിൽ പോയിട്ട് വെല്ലുവിളി, 4-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ നോക്കിക്കോ ഞാൻ ഇവിടെ വിജയിക്കും എന്ന്. ഇങ്ങനെ നല്ലൊരു നടികനാണ്. സീരിയസ്ലി എത്ര കോൺഫിഡന്റോട് കൂടിയാണ് കള്ളത്തരം പറയുന്നത്, പൊട്ടത്തരം പറയുന്നത്. ഇച്ചിരിയെങ്കിലും ഉളുപ്പ് ഇല്ലെന്നറിയാം, എന്നാലും ചോദിക്കുകയാണ്, ഉളുപ്പെന്ന് പറഞ്ഞ സാധനം എന്തിനാണെന്നെങ്കിലും അറിയാവൂടെ തനിക്ക്? എടോ മാരാറെ, ഒരു വാക്ക് നമ്മൾ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ശരി ഉണ്ടാവണം. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് ചെയ്ത് കാണിക്കാനുള്ള നട്ടലുണ്ടാവണം. അതിന് കഴിവില്ലെങ്കിൽ ഇമ്മാതിരി ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. കൊടുക്കുന്ന വാക്കിനും വിലയില്ല, ഉളുപ്പുമില്ല, നാണമില്ല, മാനമില്ല, ബോധമില്ല. സീരിയസ്ലി ഇങ്ങേര് ബിഗ് ബോസ് സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇങ്ങേര്. ബിഗ് ബോസിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറെ കാര്യങ്ങളിൽ ഇങ്ങേര് നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ചിലതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചിലതിനെയൊക്കെ എതിർത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇങ്ങേര് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങള് എന്റെ ദൈവമേ, ഇങ്ങനെ എന്തുവാണ്? മറ്റേ അലിൻ ജോസ് പെരേരയെക്കാളും കഷ്ടമാണെന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങളാ. അലിൻ ജോസ് പെരേര ഇതിനേക്കാളും അന്തസ്സുണ്ട്. പെരുങ്കള്ളൻ, വാ തുറന്നു കഴിഞ്ഞാൽ തള്ളു. അണ്ണന് സിനിമ ഒന്നും പറ്റൂല. അണ്ണന് ഈ രാഷ്ട്രീയം തന്നെ കൈയിട്ട് വാരാൻ പറ്റുന്ന സ്ഥലമാണ്, അണ്ണനെ കൊണ്ട് പറ്റുന്ന പരിപാടി. ഇതുപോലെ പറഞ്ഞത് മാറ്റി പറയാനും, നിൽക്കുന്ന നിപ്പിലും മറുകണ്ഠം ചാടാനും, കാര്യങ്ങൾ വളച്ചൊടിക്കാനും, തോൽവി പോലും സമ്മതിക്കാതെ ഇങ്ങനെ ഇരുന്ന് കൊണയ്ക്കാനുമുള്ള കഴിവ് ഒരു പൊളിറ്റീഷ്യൻ എത്രമാത്രം ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ അണ്ണനുണ്ട്. അണ്ണന്റെ സംസാരം കേട്ടല്ല അറിഞ്ഞൂടെ നല്ല ഒന്നാം തരം മൂഞ്ചിപ്പിക്കലുകാരനാണ് അണ്ണനെന്ന്. ഇങ്ങേരെങ്ങാണം വല്ല ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും പാർട്ടിയിലെങ്ങാനും പോയി ജയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ അവസ്ഥ എന്റെ പൊന്നോ, ബ്ലൂം ചിക്ക വാവയാക്കി കൈ കൊടുക്കും. ഇത്രയും ആധികാരികമായിട്ട് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാനും കോൺഫിഡൻസ് കൂടി തള്ളാനും ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാനുമുള്ള അണ്ണന്റെ കഴിവ് നമുക്ക് മനസ്സിലായി. തോറ്റതിന് ശേഷം അഖിൽമാരാർ ഇങ്ങനൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 21,444 വിശ്വാസം നന്ദി അഖിൽമാരാർ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി അണ്ണന് കിട്ടിയ വോട്ട് 21,424 ഒരു പോസ്റ്റ് അടിച്ചിറക്കുമ്പോഴെങ്കിലും അതിനകത്തെങ്കിലും ഒരു കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അടിച്ചിറക്കിക്കൂടെ? അവിടെ 20 വോട്ട് കയറ്റിയങ്ങ് 444. എന്തോ രസത്തിന് വെച്ചാണോ 4,444? എന്നാ പിന്നെ രസത്തിന് 333 വെക്കായിരുന്നല്ലോ. ട്രിപ്പിൾ മൂഞ്ചി. അണ്ണനേക്കാളും ഭേദം റോബിൻ തന്നെ ആട്ടാ, ഉള്ള കാര്യം പറയാൻ. തോറ്റപ്പോഴേ കണ്ടം വഴി ഓടി, ഇങ്ങനെ ഒരു പോസ്റ്റ് വിട്ട് പിന്നെ വേറെ സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. മീഡിയയുടെ മുന്നിലും വന്നില്ല, ലൈവ് എടുക്കാനും വന്നില്ല, സ്റ്റോറി ഇടാനും നിന്നില്ല. അണ്ണൻ കണ്ടം വഴി ഓടി. അണ്ണനുള്ള കഴിവൊന്നും ഇല്ലെന്ന് മനസ്സിലായി, അലറാൻ മാത്രമുള്ള കഴിവ് അറിയത്തുള്ളൂ. അപ്പൊ പിന്നെ ഒരു പോസ്റ്റിലും ഒതുക്കി. ഇങ്ങനെയാണ് അണ്ണന്റെ പോസ്റ്റ്. കുണ്ട്രയിൽ 2021 NDA നേടിയ വോട്ടുകൾ 3 ഇരട്ടി, എന്നാൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി. 2021 6,100 വോട്ട്, 2012 11,996 വോട്ട് എന്നാണ് പറഞ്ഞിട്ടേക്കുന്നത്. സംഭവം ശരിയാണ്. 2021 BDJS ആയിരുന്നു കുണ്ട്രയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. 6,000 ചില്ലറ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അണ്ണന് 18,000 വോട്ട് കിട്ടിയടേ, അതൊരു നേട്ടമാ കേട്ടോ, അതൊരു നേട്ടമാ. മാരാർജിയുടെ ഒരു തള്ളും കൂടെ വന്നിട്ടുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. അല്ല, തൃക്കാക്കര മാത്രമല്ല, കേരളം ഒട്ടാകെ ഒരു ഹെവി ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 60% വോട്ടാണ് ഇവിടുത്തെ മണ്ഡലത്തിൽ MLA ലഭിച്ചത്. തൃക്കാക്കരയിൽ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ചോദ്യത്തിന് എണ്ണം പറയാൻ പോകുന്ന മറുപടി കേൾക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് സത്യത്തിൽ വ്യക്തിപരമായിട്ട് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം മുൻപത്തെക്കാളും കൂടുതൽ നമുക്ക് വോട്ട് കൂടി, പിന്നെ പ്രതീക്ഷിച്ച വോട്ട് വന്നു എന്ന് ചോദ്യത്തിനെക്കാട്ടിയും നല്ലത്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കോൺഗ്രസ് അവർക്ക് പ്രതീക്ഷിച്ചിരുന്ന വോട്ട് ഒരു 55,060 ആയിരുന്നു. പക്ഷേ ആ 60 എന്ന് പറയുന്ന പീക്ക് 2 പ്രാവശ്യം PT തോമസിന് കിട്ടിയ വോട്ടിൽ നിന്ന് 24,000 വോട്ട് അവർക്ക് അഡീഷണൽ വരികയും
ആ വോട്ടുകൾ ഒരു പക്ഷേ നമ്മളിലേക്ക് വരാൻ കഴിയുമെന്നുള്ളതായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞു 30-35 ഇടയ്ക്കായിരിക്കും ഇടതുപക്ഷ വോട്ടുകളെന്ന് പറയുന്നത്. ഇവിടെ അവരുടെ പ്രവർത്തനം മോശമായിരുന്നു. ഓൾ കേരള പിണറായി വിരുദ്ധത ഉണ്ടായിട്ടുണ്ട്. ഓൾ കേരള പിണറായി വിരുദ്ധത വലിയ രീതിയിൽ നമ്മളെ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടുകൾ ഒന്നടങ്കം പിണറായിക്ക് എതിരായി മാറാൻ എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങൾ ഇടതുപക്ഷം പഠിക്കണം. അപ്പോൾ അത് ഇല്ലെങ്കിൽ അത് അപകടമാണ്. അങ്ങനെ വൺ സൈഡറായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു സമൂഹം മാറുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് എന്തുകൊണ്ട് പറഞ്ഞപ്പോ തൃക്കാക്കര കഴിഞ്ഞപ്പോ LDFന്റെ തോറ്റേന്റെ കാരണത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഇങ്ങനെ വഴിതിരിച്ച് ഇങ്ങനെ വഴുതി പോകാനുള്ള കഴിവ് അണ്ണന് വലിയൊരു കഴിവാണത്. ആണ് സംഭവിച്ചത്? പിണറായിയുടെ പരാജയമായിട്ടാണോ കാണേണ്ടത്? പിണറായി വിരുദ്ധതയാണോ? ഇതൊക്കെ നമുക്ക് ചർച്ചയാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാ മണ്ഡലത്തിലും നിങ്ങൾ നോക്കൂ, മണ്ഡലങ്ങൾ മുഴുവൻ എടുത്തു വെച്ച് പരിശോധിക്കൂ. വൺ സൈഡറായിട്ട് വോട്ടിന്റെ ഒരു സിംഗ് ഉണ്ടായിട്ടുണ്ട്. വൺ സൈഡഡ് സിംഗ്. അതുകൊണ്ടാണ് കേട്ടോ തോറ്റെ. എല്ലാവരും LDFനെ തഴഞ്ഞതുകൊണ്ട് ഞങ്ങളും കൂട്ടത്തിൽ ഒന്ന് തഴയപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. അതല്ലെങ്കിൽ നമ്മൾ വിജയിച്ചേനെ. ഒരു 10-30,000 പുറത്ത് വോട്ടെങ്കിലും നമുക്ക് നേടാൻ പറ്റിയേനെ. പിണറായിയെ തഴഞ്ഞുകൊണ്ട് ഞങ്ങളെയും തഴഞ്ഞു. ഇവിടെ നിന്നല്ല ഒരുവിധപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും ഞാനിന്ന് രാവിലെ ഇന്നലെയൊക്കെ ഇരുന്നിട്ട് ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടിന്റെ പാറ്റേൺ നോക്കുമായിരുന്നു. ഇപ്പം ഇടതുപക്ഷം 6-7 മണ്ഡലങ്ങളിൽ ജയിച്ചത് 2000 വോട്ടിന് താഴെയാണ്. കഷ്ടിച്ച് 2000, കൊട്ടാരക്കര 1000 വോട്ടിന്, അതേപോലെ വർക്കലയിൽ 2000 വോട്ടിന്, മറ്റേ രവീന്ദ്രനാഥിന് കഷ്ടിച്ച് 148-181. അങ്ങനെ ഇവർ ജയിച്ച സ്ഥലത്തെല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ കഷ്ടിച്ച് ഒരു രക്ഷപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട സ്ഥലത്ത്, പ്രത്യേകിച്ച് മലപ്പുറം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 85,000 വോട്ടിന് കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് തൊട്ട് ഏതാണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ലീഡിലേക്ക്, അതായത് ഇടതുപക്ഷം പിടിച്ചതിനെക്കാട്ടിയും കൂടുതൽ ലീഡിലേക്ക് വന്നു. തൃക്കാക്കരയിൽ അവരെ സംബന്ധിച്ച് 12% വോട്ടാണ് കുറഞ്ഞത്. 36% നിന്ന് 23%ലേക്ക് 12.5%, ഏകദേശം 13% അവരുടെ വോട്ട് കുറയുകയാണ് ചെയ്തത്. നമുക്കിപ്പോൾ വ്യക്തിപരാസ കാൻഡിഡേറ്റ്, NDAയുടെ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് വളരെ അടുത്ത് ഫോം ചെയ്ത ഒരു മുന്നണിയാണ് 2020 BJPയുടെ ഒരു ഫോർമേഷൻ വളരെ റീസെൻ്റ് ആയിട്ട് വരുന്നതാണ്. ആ ഒരു ഹീലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു 2020യുടെ ആൾക്കാർക്ക്. പെട്ടെന്ന് BJPയുമായിട്ട് സിങ്ക് ആവാൻ പറ്റുമെന്നുള്ള ആർക്ക്? അണ്ണന് ഹീലിംഗ് പീരീഡ്. നിപ്പിൽ ഓന്തിനേക്കാളും മുമ്പ് നിറം മാറുന്ന അണ്ണനാണോ ഹീലിംഗ് പീരീഡിന്റെ കാര്യം പറയുന്നത്? ഇപ്പൊ അപ്പുറത്തുനിന്ന് VD സതീശൻ വിളിച്ച് അങ്ങോട്ട് ഓടിച്ചെല്ലും. ആ മുതലാണ് ഈ പറയുന്നത് ഞങ്ങൾക്ക് ഹീലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു രണ്ടുപേരുടെ സിങ്ക് ആവാൻ വേണ്ടി. ഒരു ഹീലിംഗ് പീരീഡ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വോട്ടുകളെല്ലാം കൃത്യമായി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് സന്തോഷം. കിട്ടിയ വോട്ടിന് കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. കിട്ടിയിട്ടില്ല, ഒരു തേങ്ങാക്കൊലയും കിട്ടിയിട്ടില്ല. ഇവരുടെ പരാജയമാണ്, സമ്പൂർണ്ണ പരാജയം. ഇങ്ങനെയുടെ തള്ളിനേക്കാളും നല്ലത് നമ്മുടെ അഞ്ജലി ചേച്ചി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃപ്പൂണിത്തറയിൽ നിന്ന്. അഞ്ജലി ചേച്ചിക്ക് ഇങ്ങനെക്കാളും വോട്ട് മേടിച്ചു. 10-29,000 വോട്ട് ചേച്ചി മേടിച്ചു. അഖിൽമാരാർ നിന്നിട്ടും ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അഖിൽമാരാർ 21,000 വോട്ട് തൃക്കാക്കരയിൽ കിട്ടിയുള്ളൂ. അഞ്ജലി ചേച്ചിയെ ട്രോളുന്നു ആൾക്കാർ. അന്നേരം പുള്ളിക്കാരത്തി അതിന്റെ ഒരു സന്തോഷം, ട്രോളുന്നതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ആ സന്തോഷം മുഖത്ത് കാണാനുണ്ട്. നമുക്ക് ആ സന്തോഷം നമുക്കൂടെ ഒന്ന് കാണാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചത് ട്രോളർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമസ്കാരമാണ്. ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളും വീഡിയോസുകളൊക്കെ ഒന്നുപോലും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. കാരണം എന്നെ നമ്മുടെയൊക്കെ വീഡിയോ കാണുന്നുണ്ട്, താഴെ നിന്ന് കമന്റ് ചെയ്തിടണം കേട്ടോ, നമ്മള് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തിടുന്നത് കൊണ്ടും എല്ലാരും അത് റീപോസ്റ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം മാത്രം മതി, യൂട്യൂബിൽ നമ്മൾ ചേച്ചിയെ ഫേമസ് ആക്കും. ഷെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓരോ വീഡിയോസുകളും പോസ്റ്റുകളും കണ്ടു. എന്തായാലും അത്തരത്തിലുള്ള എൻജോയ് ചെയ്തത് മാത്രമല്ല, അത്തരത്തിലുള്ള നിങ്ങളുടെ ഓരോ ക്രിയേറ്റിവിറ്റികളും എനിക്ക് ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും അതേത് ഗുണം? സിനിമ വല്ലതും കിട്ടിയ നല്ല കാര്യം. നമ്മൾ കാരണം ഗുണമൊക്കെ ഉണ്ടാവുന്നെന്ന് അറിയുന്നത് നല്ല കാര്യം. അതിനുവേണ്ടി സമയം കണ്ടെത്തിയാണ്. ഒന്നും അല്ല, എന്നിട്ട് പോലും എനിക്ക് വേണ്ടി ഇത്രയും എളിമ നോക്കണേ. ചക്കയാണ് താമര, താമരയാണ് ചക്ക, അതുപോലത്തെ ഉള്ള എളിമയാണ്. കണ്ടെത്തിയ ഓരോ ട്രോളർമാർക്കും ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ നന്ദി ചേച്ചി അടുത്ത ലക്ഷത്തിൽ നിൽക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. പിന്നെ അതിലുപരി ഇപ്പം അതിലും ഗംഭീരമായൊരു വീഡിയോ ഒരു പോസ്റ്റ് ഷെയർ ആവുന്നുണ്ട്. അതായത് എന്റെ ഇലക്ഷന്റെ തുടക്ക സമയത്ത് ക്യാമ്പയിനിങ് ഒക്കെ തുടങ്ങിയിരുന്നിട്ടൊരു 2-3 ദിവസമായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ട്രോളെല്ലാം കാണുന്നുണ്ട്, അടിപൊളിയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷെ നാലിങ്ങനെ ഒരുപാട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പൊ അത് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം കഴിഞ്ഞു. 1 മാസത്തിൽ 1.5 മാസത്തോളം ആയിരുന്നു അല്ലേ, അത്രയും ആയും തോന്നുന്നു ഇപ്പൊ ഇലക്ഷന്റെ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ. അത് വന്നിട്ട് ഇപ്പോ ആ വാചകങ്ങള് ഇപ്പോ അത് കൃത്യമായിട്ട് ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ഷന് തോറ്റതിന്
ഉപദ്രവിക്കരുത്, വിഷമിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഡേ അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടില്ല കേട്ടല്ലോ. നീ ധൈര്യമായിട്ട് നിങ്ങൾ പടച്ചു വിട്ടോ പോസ്റ്റ്, അതാണ് ചേച്ചി പറഞ്ഞത്. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പോസ്റ്റ് കുറയ്ക്കരുതെന്നാണ് ചേച്ചി പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ചേച്ചി പറഞ്ഞിട്ടില്ല. ഓക്കെ, വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. അത് എന്റെ അല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇലക്ഷന്റെ തുടക്ക സമയത്ത് ഒരു ചാനലിൽ ജസ്റ്റ് ഒരു ബൈറ്റ് കൊടുത്ത സമയത്ത് ഉണ്ടായ 1-2 കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു മിസ്ലീഡുകൾ എത്തുമ്പോൾ നമുക്കത് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും പറയല്ല. അവരോടും സന്തോഷം തന്നെയുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് ഒരു വിഷമം പറയാൻ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞു വെച്ചത് മൊത്തം വെള്ളത്തിലാവുമല്ലോ. ഒന്നുമില്ല, സന്തോഷമല്ല, എന്നാലും ചെറിയൊരു വിഷമം മുഖത്തുനിന്ന് കാണാനുണ്ട്. നമുക്കത് പ്രത്യേകം പറയണം. ഇത് കണ്ടിട്ടൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള വിഷമവും ഇല്ല കേട്ടോ. ഒരു തരത്തിലും കാണാൻ പറ്റുന്നുണ്ട്, വിഷമില്ലെന്ന് മനസ്സിലായി. എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങള്. ഇതിന്റെ ഒരു ഭാഗവത്തായിട്ട് ഇതിൽ ഓരോ കാര്യങ്ങളിലും മാക്സിമം പ്രസൻസ് കൊടുക്കാനായിട്ടുണ്ടാവും. ചിലവര് വിചാരിക്കും നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഓടിപ്പോകും എന്നൊക്കെ പല ചിന്തകളിലുണ്ട്. ഒരു ഓട്ടവും ഇല്ല. ഒരു എന്തിന് തോൽവി ഉറപ്പിക്കാൻ? തോൽവി നിങ്ങൾ തോക്കുമെന്ന് നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അപ്പൊ പിന്നെ എന്തിനാ വിഷമിക്കേണ്ടത്? നമ്മള് വിജയം പ്രതീക്ഷിച്ച് നിന്നിട്ട് തോക്കുവാണെങ്കിൽ അത് തോൽവി എന്നൊക്കെ പറയാം. ചേച്ചി നിന്ന് കഴിഞ്ഞാൽ 8 കിലോ പൊട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ വിഷമിക്കേണ്ട ആവശ്യം എന്ത്? വിഷമവുമില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിലൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉണ്ടാക്കി തരാം, ഞങ്ങൾ ഉണ്ടാക്കി. അപ്പം ചേച്ചി ഇലക്ഷന് നിൽക്കുന്നത് തന്നെ നമ്മളെ ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനാണെന്ന് അറിഞ്ഞതിനോട് ഒരുപാട് സന്തോഷം. ആലോചിച്ച് നോക്കുക, സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നു, ഇലക്ഷന് നിൽക്കുമ്പോഴും ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നു. കംപ്ലീറ്റ് എന്റർടൈനർ എന്നൊക്കെ വേണമെങ്കിൽ ചേച്ചിയെ വിളിക്കാം, ദ കംപ്ലീറ്റ് എന്റർടൈനർ. എന്താണെങ്കിലും അഖിലേട്ടനെ പോലെ വന്നിരുന്നിട്ട് തള്ളാൻ നിന്നില്ലല്ലോ. ഞാൻ ഇതുകൊണ്ടാണ് തോറ്റത്, ഞങ്ങള് വോട്ട് മേടിച്ചു, അത് നല്ല കാര്യം. ചേച്ചി നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോ കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ല്ല എന്നെ ഒരുപാട് പറയുന്നുണ്ട്, എന്നോട് ഇതുവരെ കാണിച്ച സ്നേഹവും വാത്സല്യത്തിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന ഒരുപാട് ട്രോളുകൾ ഞാൻ കാണുന്നുണ്ട്. ട്രോൾ എഴുതുന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സമയവും സാഹചര്യത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നടക്കട്ടെ. പക്ഷെ എന്തിരുന്നാലും നിങ്ങളിൽ ഒരാളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നെഗറ്റീവ് ട്രോളുകളൊന്നും കാണാൻ ചേടാ പാവ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചേച്ചി ട്രോളാൻ തോന്നുന്നത്? അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ചേച്ചി പണ്ട് പറഞ്ഞതാണ്, ഇതിപ്പോൾ ഓരോരുത്തന്മാരെടുത്ത് അപ്ലോഡ് ചെയ്തേക്കാണ് എന്നാണ് പറയുന്നത് ചേച്ചി. അപ്പം എന്താണെങ്കിലും ചേച്ചിയെ അതുകൊണ്ട് ചേച്ചിയെ ഞാൻ കൂടുതൽ കളിയാക്കാൻ നിൽക്കുന്നില്ല. ചേച്ചി അവൻ ഇടക്കിടക്കൊക്കെ ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്റർടൈൻമെന്റ് തരുന്നില്ലേ, എന്തോരം മണ്ടത്തരങ്ങൾ വിളിച്ചു പോയതാണ് ചേച്ചി. ഇതൊക്കെ ആലോചിക്കുമ്പോഴായിരുന്നു ഐ മിസ് ദോസ് ഡേയ്സ്. ചേച്ചിയുടെ മണ്ടത്തരങ്ങൾ വെച്ചൊരു പുസ്തകം എഴുതിക്കൂടെ, 101 മണ്ടത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്, വേറൊരു കോമഡി ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി, ബൈ.